നിലമ്പൂരിൽ അന്തിമ വിധിക്ക് ശേഷം ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷം ഏത് രീതിയിലാണ് കണക്കൂട്ടുകൾ, ഏത് രീതിയിലാണ്, എവിടെയാണ് പാളിയത്, എവിടെയാണ് നമുക്ക് ലാഭം നേടിയത്, അല്ലെങ്കിൽ എവിടെയാണ് വിജയം കൈവരിക്കാനായത് എന്ന അത്തരത്തിലുള്ള കണക്കുകൂട്ടലുകളും ചർച്ചകളും ഒക്കെ കഴിയുന്ന ഒരു പ്രഭാതത്തിൽ എന്താണ് നിലമ്പൂരിൽ സംസാരിക്കാനുള്ളത്? വിനിഷ, തീർച്ചയായും തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ചർച്ചകളിലേക്കും പരിശോധനകളിലേക്കുമൊക്കെ UDF നേതൃത്വവും LDFും ഒക്കെ കടന്നിട്ടുണ്ട്. NDA ഒക്കെ വോട്ട് പരിശോധിച്ച് വരികയാണ്. വളരെ രസകരമായി തോന്നിയത് മലപ്പുറം DCC പ്രസിഡന്റായ VS ജോയ് അദ്ദേഹത്തിൻ്റെ 126-ാം നമ്പർ ബൂത്തിലാണ്, പോത്തുകൽ പഞ്ചായത്തിൽ. അവിടെ ലീഡ് ചെയ്തത്. വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ VS ജോയിയുടെ മണ്ഡലത്തിൽ പോലും എം സ്വരാജ് ലീഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ പോത്തുകല്ല് പഞ്ചായത്തിൽ UDFന് തന്നെ എം സ്വരാജിന് ലീഡ് ലഭിക്കുകയും ചെയ്തിരുന്നു. അതേസമയം UDFിൽ PV അൻവർ ഇപ്പോൾ തന്നെ ബേപ്പൂർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും UDF പ്രവേശനത്തിനുള്ള ശ്രമങ്ങൾ PV അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. എന്നാൽ അൻവർ ഇല്ലാതെ തന്നെ 11,000 വോട്ടിൻ്റെ വലിയ മാർജിനിൽ UDFന് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു ആത്മവിശ്വാസം UDFന് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDF പ്രവേശനം, അൻവറിൻ്റെ UDF പ്രവേശനം ഇനിയും നടക്കാതെ പോകാനുള്ള ഒരു സാധ്യതയാണ്. പക്ഷേ അൻവർ ഇപ്പോഴും വാതിൽ മുട്ടുന്നുണ്ട്. അദ്ദേഹം UDFിൻ്റെ ബേപ്പൂർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാമെന്ന് ഇപ്പോൾ തന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. VD സതീശനോടും ആര്യാടൻ ഷൗക്കത്തിനോടുമുള്ള എതിർപ്പ് തനിക്കില്ലാതായിട്ടുണ്ടെന്നും അതെല്ലാം മറന്നു എന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം നിലപാട് മാറ്റുന്നതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ UDFിനകത്ത് വീണ്ടും സംഘടനാപരമായ ചർച്ച, ഒരു വിജയം, 11,000 വോട്ടിൻ്റെ വിജയം നിൽക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള തർക്കങ്ങളും പരിശോധനകളും ഒക്കെ തുടരുകയാണ് ചെയ്യുന്നത്. വിനിഷ, UDFിനകത്ത് ഈ റിസൾട്ട് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു ആഭ്യന്തര കലഹം, അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി തന്നെ ഉണ്ടായതാണ്. പക്ഷേ പ്രചാരണം, അതല്ലെങ്കിൽ ഇലക്ഷൻ അവർക്ക് പ്രധാനപ്പെട്ടത് തന്നെയായിരുന്നു. ഒത്തൊരുമിച്ച് ഒരു മിഷനറിയായി പ്രവർത്തിക്കാനുള്ള ആ ഒരു നിലപാടിൻ്റെ പുറത്ത്, അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ലീഗും UDFും കൈകോർത്ത് പിടിച്ച് അവിടെ മത്സരിച്ചത്. ഒപ്പം വർഗീയ മുന്നണികളുടെ മഴവിൽ സഖ്യത്തിൻ്റെ വോട്ടുകളെല്ലാം തന്നെ അവർ വാങ്ങിയിരുന്നു. ഏറ്റവും ഒടുവിൽ BJP കാൻഡിഡേറ്റ് മോഹൻ ജോർജ് തന്നെ പറഞ്ഞിരുന്നു അവിടെ കോലീബി സഖ്യത്തിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളിലൂടെയൊക്കെയാണ് UDF ജയിച്ചു വന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് നിലമ്പൂരിൽ. ഒപ്പം കാണേണ്ടത് ആ നിലമ്പൂർ വിധിക്ക് ശേഷം, അന്തിമ റിസൾട്ടിന് ശേഷം ഏറ്റവും ആദ്യം പ്രതികരണം ഉണ്ടായത്, അല്ലെങ്കിൽ ആ ലീഡ് റോൾ ചെയ്തത് VD സതീശനാണ് എന്ന് പറഞ്ഞു വയ്ക്കുമ്പോഴും ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള ഒരു മത്സരം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം മാധ്യമങ്ങളോട് സംസാരിച്ചത് അടൂർ പ്രകാശാണ്, പിന്നീട് സണ്ണി ജോസഫ് വരുന്നു. അതിനുശേഷമാണ് VD സതീശൻ്റെ പ്രതികരണം ഈ നിലമ്പൂരിലെ റിസൾട്ടുമായി ബന്ധപ്പെട്ടതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ വലിയൊരു അസ്വാരസ്യം ആ രീതിയിൽ നിലനിൽക്കുന്നു കോൺഗ്രസിനകത്ത്, UDFിനകത്ത്. അതിനു പുറമെയാണ് ഇപ്പോൾ ഈ PV അൻവറിൻ്റെ പ്രവേശനം സംബന്ധിച്ച് ഇപ്പോഴും വഴങ്ങുന്നില്ല VD സതീശൻ. അൻവർ വരണ്ട, നിലവിൽ അത്തരത്തിലുള്ള ചർച്ചയ്ക്ക് സമയമായില്ല എന്നാണ് VD സതീശൻ പറഞ്ഞു വെക്കുന്നത്. അന്നും സണ്ണി ജോസഫ് എടുത്തൊരു നിലപാട് രാഷ്ട്രീയമാണല്ലോ, അപ്പോൾ എല്ലാ കാലത്തും എല്ലാ വാതിലുകളും പൂർണ്ണമായും കൊട്ടിയടയ്ക്കാനാകില്ല എന്ന സണ്ണി ജോസഫിൻ്റെ നിലപാട് അദ്ദേഹം ഇന്നലെയും ആവർത്തിക്കുന്നുണ്ട്. ഈ അൻവറിൻ്റെ പ്രവേശനവും വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമാകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആർക്ക് എന്ന വലിയ രീതിയിലുള്ള ചർച്ചയും UDFിനുള്ളിൽ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. UDFിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ UDF സംവിധാനം വളരെ കൃത്യമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ നേട്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ ഒരു വിജയം UDFിന് ഉണ്ടാക്കി കൊടുത്തത്. നമുക്കറിയാം, ഈ ഒരു മണ്ഡലത്തിൽ പരമ്പരാഗതമായി ഇത് UDF മണ്ഡലമാണ്. പക്ഷേ PV അൻവർ ഒരു ഭാഗത്ത് മത്സരിക്കാൻ ഇറങ്ങിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഇത് ഇടതുവിരുദ്ധ, അദ്ദേഹം ഇടതുപക്ഷ MLA ആയി മണ്ഡലത്തിൽ ഉണ്ടായിരുന്നയാളാണ്. ഈ ഇടതുപക്ഷത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് രാജിവെച്ച് പോയയാളാണ്. സ്വാഭാവികമായും ആ വോട്ടുകൾ കൂടി UDFിലേക്ക് പോകേണ്ട വോട്ടുകളാണ് എന്നൊരു വിലയിരുത്തൽ മുതിർന്ന നേതാക്കളൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ കാര്യത്തിൽ വീണ്ടും ചർച്ചകളിലേക്ക് കടക്കുകയാണ്. അൻവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ
കൂടുതൽ മെച്ചപ്പെട്ട വിജയം ഉണ്ടാകുമായിരുന്നു എന്ന ഒരു വിലയിരുത്തൽ മുസ്ലിം ലീഗിനും അതോടൊപ്പം രമേശ് ചെന്നിത്തല പോലെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം നടത്തുന്നുണ്ട്. അതേസമയം വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ വി ഡി സതീശൻ എടുത്ത നിലപാട് കൃത്യമായിരുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതിൻ്റെ ഒരു കാരണം അൻവറിനെ മാറ്റി നിർത്തിയാൽ പോലും ഒരു വിജയിക്കാനുള്ള ഒരു മാർജിനിൽ മത്സരിക്കാൻ കഴിയും, അത് നേടാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസവും നിലപാടും വി ഡി സതീശൻ സ്വീകരിച്ചു എന്നൊരു വിലയിരുത്തൽ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും ഉണ്ട്. ഏതായാലും യു ഡി എഫിനകത്ത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത് പി വി അൻവർ തന്നെയാണ്. അൻവർ സ്വാഭാവികമായും വീണ്ടും ഒരു ബാധ്യതയായി കോൺഗ്രസിനകത്ത് യു ഡി എഫിനകത്ത് ഒക്കെ വലിയ ചർച്ച ഇനിയും ഉണ്ടായേക്കുമെന്ന ഒരു സൂചന അൻവർ തന്നെ നൽകുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ ഇപ്പോഴും രണ്ട് തട്ടിൽ നിൽക്കുന്നുണ്ട്. ചർച്ചയാവാം, നിരുപാധിക പിന്തുണ നൽകേണ്ടി വരും ഇനി അൻവറിന്. നേരത്തെ പറഞ്ഞതുപോലെ തിരുവമ്പാടി പോലുള്ള സീറ്റുകളൊക്കെയാണ് അൻവർ നേരത്തെ ചോദിച്ചിരുന്നത്. അതൊന്നും ഇനി നടക്കില്ല എന്ന് പി വി അൻവറിനും അറിയാം. അതുകൊണ്ട് കോൺഗ്രസിലെ തന്നെ നേതാക്കൾ ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലെത്താതെ അൻവറിന് ഒരു ചർച്ച പോലും ഇനി സാധ്യമാവുകയില്ല. ബിനിഷ.